الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه أما بعد. ദുഹ നമസ്കാരത്തെക്കുറിച്ചാണ് രണ്ട് ചോദ്യങ്ങൾ. ഒന്ന്, ദുഹ നമസ്കാരത്തിൻ്റെ ഏറ്റവും നല്ല സമയം എപ്പോഴാണ്, അതുപോലെ തന്നെ അതിൻ്റെ പ്രാധാന്യവും റക്അത്തുകളുടെ എണ്ണവും എങ്ങനെയാണ്? ദുഹ നമസ്കാരം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വലാത്തു ദുഹ ഹീന തർമുദുൽ ഫിസാൽ, അഥവാ മണൽ ചൂടാകുമ്പോഴാണ് ശരിക്ക് ദുഹ നമസ്കാരത്തിൻ്റെ സമയം. ഫജ്ർ നമസ്കാര ശേഷം സൂര്യൻ ഉദിച്ചുയർന്ന് ആ സൂര്യൻ്റെ വെയിൽ ചൂടാകുകയും അങ്ങനെ സൂര്യൻ നേരെ മുകളിൽ എത്തുന്നത് വരേക്കുള്ള സമയം. കാരണം നേരെ മുകളിൽ എത്തിയാൽ അപ്പം നിസ്കാരം പാടില്ലാത്ത സമയമാണ്. പിന്നെ അവിടുന്ന് സൂര്യൻ തെറ്റുമ്പോഴാണ് ളുഹറിൻ്റെ സമയമാകുന്നത്. അതിനാണ് സവാൽ എന്ന് പറയുന്നത്. അപ്പം സൂര്യൻ നേരെ മുകളിൽ എത്തുന്നതിന് മുമ്പ് വരേക്കുമുള്ള സമയം ദുഹയുടെ സമയമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സ്വലാത്തുൽ അവ്വാബീൻ നമസ്കാരം, അഥവാ പശ്ചാത്തപിച്ച് മടങ്ങുന്നവരുടെ നമസ്കാരം എന്ന പേരുള്ള സ്വലാത്തുൽ അവ്വാബീൻ, അതല്ലെങ്കിൽ സ്വലാത്തു ദുഹ, അത് നമസ്കരിക്കേണ്ടത് ഹീന തർമുദുൽ ഫിസാൽ, മണൽ ചൂടാകുമ്പോഴാണ് എന്നാണ്. എന്നാൽ സൂര്യൻ ഉദിച്ച് ഉയർന്ന ശേഷം, അഥവാ സൂര്യൻ ഉദിച്ച് അല്പം ഉയർന്ന ശേഷം ഈ ഖദ്റ റുംഹിൻ എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഖദ്റ റുംഹ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അമ്പിൻ്റെ അല്ലെങ്കിൽ ഒരു കുന്തത്തിൻ്റെ ഉയരത്തിൽ നോക്കി, അഥവാ ഏകദേശം ഒരു 15-20 മിനിറ്റ്, സൂര്യോദയം കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യാം? ദുഹ നിസ്കാരമാണെങ്കിൽ നിസ്കരിക്കാം. ഇനി നമ്മൾ പള്ളിയിൽ തന്നെ ഇരുന്ന് നിസ്കരിക്കുന്ന നിസ്കാരം, അഥവാ പള്ളിയിൽ ഫജ്ർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പള്ളിയിൽ തന്നെ ഇരുന്നിട്ട് പിന്നെ നിസ്കരിക്കുന്ന നിസ്കാരം, ആ നിസ്കാരം ദുഹയാണോ അതല്ല അത് ഷുറൂഖിൻ്റെ നിസ്കാരം എന്ന് വേറെ നിസ്കാരമാണോ? അത് ഫുഖഹാക്കൾക്കിടയിൽ ചർച്ചയുള്ള ഒരു വിഷയമാണ്. ഇനി ആ 2 റക്അത്ത് നിസ്കരിച്ചാലും ഒരാൾക്ക് പിന്നെ ദുഹ സമയത്ത് വേറെ നിസ്കരിക്കാൻ പറ്റുമോ? നിസ്കരിക്കാം. അതിനൊരു വിലക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓരോന്നിനും അതിൻ്റെതായ പ്രതിഫലമുണ്ട്. ഇനി ദുഹ നമസ്കാരത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുസ്ബിഹു അലാ കുല്ലി സുലാമ മിനൻ നാസി സദഖ, ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ ഓരോ സന്ധികൾക്കും അവയവങ്ങൾക്കും അവൻ്റെ മേൽ അന്നത്തെ ദിവസം ഒരു ദാനം, ഒരു സദഖ നിർബന്ധമാണ്. നമ്മളുടെ ശരീരത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും നന്ദി സൂചകമായി ഒരു സദഖ നിർവഹിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ശരിക്കും ഓരോ തക്ബീറുകളും സദഖയാണ്. അപ്പോൾ സ്വഹാബാക്കൾ ചോദിച്ചു, ഇത്രമാത്രം സദഖ എവിടുന്നാ കൊടുക്കുക? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ തക്ബീറും ഓരോ തഹ്മീദും ഓരോ തഹ്ലീലും ഒക്കെ സദഖയാണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി അതിനൊക്കെ പകരാകുന്ന ഒരു പ്രവൃത്തിയുണ്ട്. യുജ്സിഉ അൻ ദാലിക റക്അതാനി യർകഉഹുമാ മിനദ്ദുഹ, ഒരു മനുഷ്യൻ ദുഹാ സമയത്ത് 2 റക്അത്ത് നിസ്കരിച്ചാൽ അന്നത്തെ ദിവസത്തിലെ ആ അനുഗ്രഹങ്ങൾക്ക് അവൻ നന്ദി കാണിക്കുക എന്നുള്ള ആ ബാധ്യത എന്തായി? പൂർണ്ണമായും അവൻ അത് വീട്ടുന്നതിന് തുല്യമാണ് ദുഹാ സമയത്ത് 2 റക്അത്ത് നിസ്കരിക്കൽ. അവിടെ പരമാവധി ഒരാൾ ദുഹാ സമയത്ത് 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി ശീലിക്കുകയാണെങ്കിൽ അയാൾ അള്ളാഹുവിന് അങ്ങേയറ്റം നന്ദി കാണിക്കുന്ന, ശുക്ർ ചെയ്യുന്ന ഒരു മനുഷ്യനായിട്ട് മാറാൻ അയാൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ആ ഹദീസിൽ റക്അത്താനി എന്നാണ് പറഞ്ഞത്, 2 റക്അത്ത്.
2 റക്അത്താണ് അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയത്. കൂടിയ പരിധി എത്ര എന്നുള്ളത് ചർച്ച ഉണ്ട്. കാരണം ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുഹാ സമയത്ത് ഒരാൾ 12 റക്അത്ത് നിസ്കരിച്ചാൽ. അതേപോലെ മറ്റൊരു ഹദീസ് കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹാ സമയത്ത് 8 റക്അത്ത് നമസ്കരിച്ചതായി വന്ന ഹദീസ് റിപ്പോർട്ട്. അന്ന് അല്ലാഹുവിൻ്റെ റസൂൽ 8 റക്അത്താണ് നിസ്കരിച്ചത്. അപ്പോൾ ഇത്ര റക്അത്തേ ആകാവൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്പെസിഫിക് ആയിട്ട് എന്ത് ചെയ്തിട്ടില്ല, ദുഹാ നമസ്കാരത്തെ കുറിച്ചിട്ട് പറഞ്ഞിട്ടില്ല. അതാണ് അതിലുള്ള ഏറ്റവും പ്രബലമായിട്ടുള്ള അഭിപ്രായം. എന്നാൽ 12 റക്അത്ത് എന്ന് വന്നിട്ടുണ്ട്, 8 റക്അത്ത് എന്ന് വന്നിട്ടുണ്ട്, 4 റക്അത്ത് വന്നിട്ടുണ്ട്, 2 റക്അത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ എത്രയോ ഒരാൾക്ക് എന്ത് ചെയ്യാം, നിസ്കരിക്കാം. വല്ലാഹു അഅലം. ആ നമസ്കാരത്തിൽ ഒരാൾ ഈ രണ്ട് റക്അത്തായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നിസ്കരിക്കേണ്ടത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വലാത്തുൻ നഹാരി മസ്ന മസ്ന. അപ്പോൾ ഒരാൾ പ്രഭാത സമയത്തുള്ള അല്ലെങ്കിൽ വെളിച്ചം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമസ്കാരം ഇരട്ടയുള്ളൂ, ഒറ്റയായ നമസ്കാരം ഇല്ല. അതുകൊണ്ട് ഇരട്ടയായിട്ട് അയാൾക്കത് നിസ്കരിക്കാവൂ എന്നർത്ഥം. ഇതാണ് സ്വലാത്തു ദുഹ എന്ന് പറയുന്നത്.